നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രാധാന്യത്തോടെയാണ് നടക്കുന്നത്. അതിന് പ്രത്യേകമായ കാരണങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം അംഗീകരിച്ച മതനിരപേക്ഷതയാണ്. നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ രാജ്യം എങ്ങനെ വേണം, മതനിരപേക്ഷത വേണോ മതാധിഷ്ഠിതമാകണോ? ആ കാലത്ത് മതാധിഷ്ഠിതമാകണമെന്ന അഭിപ്രായമുള്ള ചിലരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത്. മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായവും രേഖപ്പെടുത്തി. അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് തീരുമാനിക്കുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ്. ഈ മതനിരപേക്ഷത ആ കാലത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇത് പാടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ പ്രചരണം നടത്തിയവരും ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലുള്ള മൂല്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നവയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. വിവിധ ഭാഷക്കാർ, വിവിധ മതക്കാർ, വിവിധ സംസ്കാരമുള്ളവർ, ഇങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്നത് വലിയ തോതിൽ ഉയർന്നു വന്ന രാഷ്ട്രമായിരുന്നു നമ്മുടെ. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. അതിലൂടെ ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് ഭരണഘടന സ്വാംശീകരിച്ചത്. ആ മൂല്യങ്ങളെല്ലാം സ്വാംശീകരിച്ച ഭരണഘടനയാണ് നമുക്കുള്ളത്.